ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടുവിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു പരിചയമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. നിങ്ങളെ ഞാനും കണ്ടിട്ടില്ല, എന്നെ നിങ്ങളും ഇപ്പോൾ ഇതിലൂടെയാണ് കാണുന്നത്. നിങ്ങളെ ഇനിയും കാണാനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ ഹിസ്റ്ററി അധ്യാപകനാണ്. ബോസൻ രാജയിൽ ഈ വർഷം പുതുതായിട്ട് വന്ന അധ്യാപകനാണ്. പറഞ്ഞ എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള എന്താണ്, ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. എത്രാമത്തെ ചാപ്റ്ററാണ് ഹിസ്റ്ററിയുടെ? 4th ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? തിങ്കേഴ്സ് ബിലീഫ്സ് പിന്നെ എന്താണ് ആൻഡ് ബിൽഡിങ്സ്. ഇതാണ് തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ഈ ചാപ്റ്റർ? ഈ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് ഡു വി ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ? ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില സാംസ്കാരിക പുരോഗതികളെ കുറിച്ചാണ്. കൾച്ചറൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്, ചില സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ചില സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് ഏത് കാലഘട്ടം മുതലുള്ളതാണ്? അതായത് 600 BCE മുതൽ 600 CE വരെയുള്ള 600 BCE മുതൽ 600 CE വരെയുള്ളത്. എന്താണ് BCE? എന്താണ് CE? എന്താണ് BCE? എന്താണ് CE? BCയുടെ ഫുൾ ഫോം എന്താ? ബിഫോർ കോമൺ ഇറ. ഇനി സിയുടെ ഫുൾ ഫോം എന്താ? കോമൺ ഇറ, അല്ലേ? അപ്പോൾ BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. ഏത് കാലഘട്ടം? BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടം. ചില കൾച്ചറൽ ഡെവലപ്മെന്റ്, അതായത് ചില സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നോക്കൂ, ഇനി എന്താണ് ഈ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാംസ്കാരിക മുന്നേറ്റം എന്താണ്? സാംസ്കാരിക മുന്നേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? അതായത് ഒരു പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ സാംസ്കാരിക രംഗത്ത് ഉണ്ടായിരിക്കുന്ന വിവേചനങ്ങൾക്കും അതുപോലെ തന്നെ ചൂഷണങ്ങൾക്കും എതിരായിട്ട് ഉണ്ടാകുന്ന ചില പുതിയ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്നത്. അതാണ് സാംസ്കാരിക മുന്നേറ്റം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിലോ എങ്ങനെയായിരുന്നാലും അപ്പോൾ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് എതിരായിട്ടുണ്ടാകുന്ന ഒരു മുന്നേറ്റമാണ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അപ്പോൾ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായ കാലഘട്ടമാണ് ഏത് കാലഘട്ടം? 600 CE മുതൽ
600 BC മുതൽ 600 CE വരെയുള്ള കാലഘട്ടം. ഇനി സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? ദി വർക്ക് ഓഫ് തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ്. ദി വർക്ക് ഓഫ് തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ്. അതായത് ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുവാൻ ഉള്ള കാരണം എന്താണ്? ദി വർക്ക് ഓഫ് ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ്. അതായത് തത്വജ്ഞാനികളുടെയും ചിന്തകന്മാരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ചില സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. എവിടെയാണ്? പ്രധാനമായും നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ചില സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്താ സാംസ്കാരിക മുന്നേറ്റത്തിന് വഴിതെളിച്ച കാര്യം എന്താണ്? ചില ചിന്തകന്മാരുടെയും തത്വജ്ഞാനികളുടെയും ഫിലോസഫേഴ്സിന്റെയും എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഈ ഫിലോസഫേഴ്സും അതുപോലെ തന്നെ തിങ്കേഴ്സും ചെയ്തത്? അവർ എന്താണ് ചെയ്തത്? They came forward with revolutionary principles and philosophies. They came forward with revolutionary principles and philosophies. അവർ എന്താ ചെയ്തത്? ഈ ചിന്തകന്മാർ എന്താ ചെയ്തത്? അതായത് അവർ മുന്നോട്ട് വന്നു. എന്തുമായിട്ടാണ് മുന്നോട്ട് വന്നത്? റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ആൻഡ് ഫിലോസഫീസ്. എന്താണ്? വിപ്ലവകരമായിട്ടുള്ള ചിന്തകളും തത്വജ്ഞാനവുമായിട്ടാണ് ഈ ചിന്തകന്മാർ മുന്നോട്ട് വന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ചാപ്റ്റർ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ചില കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ്. അതായത് സാംസ്കാരിക പുരോഗതി, സാംസ്കാരിക രംഗത്തുണ്ടായ ചില പുരോഗതി ഏത് കാലഘട്ടത്തിലാണ്? BC 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില സാംസ്കാരിക പുരോഗതികളെ കുറിച്ച്, മുന്നേറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി സാംസ്കാരിക മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാൻ കാരണക്കാരാരാണ്? ഫിലോസഫേഴ്സും തിങ്കേഴ്സുമാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുവാനുള്ള കാരണം. അവരെന്താ ചെയ്തത്? അവർ വിപ്ലവകരമായിട്ടുള്ള ചിന്തകളും തത്വജ്ഞാനങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നതിന്റെ ഫലമായിട്ടാണ് ഈ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഫിലോസഫേഴ്സും തിങ്കേഴ്സുമാണ് ഈ സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രേരകമായ വ്യക്തികൾ എന്ന് പറയുന്നത്. പ്രേരകമായ വ്യക്തികൾ അവർ എന്താണ് ചെയ്തത്? വിപ്ലവകരമായിട്ടുള്ള ചില ആശയങ്ങളും സംവാദങ്ങളുമായിട്ട് അവരെന്ത് ചെയ്തു? മുന്നോട്ട് വരികയാണ് ചെയ്തത്. അതാണ് എന്തിന് കാരണമായത്? കൾച്ചറൽ ഡെവലപ്മെന്റിന് കാരണമായത്. ഇനി നോക്കൂ, ഈ സാംസ്കാരിക മുന്നേറ്റം ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? How did we get their ideas? അവരുടെ ആശയങ്ങളെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? എവിടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? അവരുടെ ആശയങ്ങൾ their ideas were collected orally and also in written form. Their ideas were collected orally and also in written form. അങ്ങനെയാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ്? അവരുടെ ആശയങ്ങൾ, അതായത് ആ കാലഘട്ടത്തിലുള്ള സാംസ്കാരിക മുന്നേറ്റത്തെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? ആരുടെ ശ്രമഫലമായിട്ടാണ്? തത്വജ്ഞാനികളുടെയും ചിന്തകന്മാരുടെയും ഫലമായിട്ടാണ് ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ അവരുടെ സാംസ്കാരിക മുന്നേറ്റത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത്? അതായത് അവരുടെ ഐഡിയകൾ, അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? കളക്റ്റഡ് ഓറലി ആൻഡ് ആൾസോ ഇൻ റിട്ടൺ ഫോം. എന്താണ് ഓറലി എന്ന് വെച്ചാൽ? ഓറലി വാമൊഴിയായിട്ടും ആൻഡ് റിട്ടൺ ഫോം വരമൊഴിയായിട്ടും. വാമൊഴിയായിട്ടും
വരവഴിയായിട്ടും ലഭിച്ചിട്ടുള്ള അവരുടെ ആശയങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ട് ചെയ്ത് ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരണത്തിൽ നിന്നാണ്. അതെങ്ങനെയൊക്കെയാണ്? വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും. ഓറലി എന്ന് വെച്ചാൽ അതായത് വർത്തമാനത്തിലൂടെ, അതായത് ഒരേ തലമുറയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കിട്ടുന്നതിലൂടെ. പിന്നെ റിട്ടൺ ഫോം എങ്ങനെയാണ്? വരമൊഴിയായിട്ട് എഴുതി സൂക്ഷിച്ചിരിക്കുന്നതിലൂടെ. അപ്പോൾ അവരുടെ ആശയങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? 2 മാർഗങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഓറൽ ഫോം, മറ്റൊന്ന് റിട്ടൺ ഫോം. ഏതൊക്കെയാണ്? ഓറൽ ഫോമും റിട്ടൺ ഫോം. മനസ്സിലാവുന്നുണ്ടോ? ഓറൽ ഫോമും റിട്ടൺ ഫോം. ഇനി അർത്ഥമൊക്കെയാണ്. ഇനി വേറൊരു അതിന്റെ സോഴ്സ് എന്താണ്? രണ്ടാം സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their ideas were collected in the form of architecture and sculpture. ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ. മറ്റൊരു മാർഗം എന്താണ്? അവരുടെ ആശയങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ശില്പകലയിലൂടെയും അതുപോലെ തന്നെ സ്കൾപ്ചറിലൂടെയും. അതായത് വാസ്തുശില്പം, അതാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാസ്തുശില്പത്തിലൂടെയും അതുപോലെ പ്രതിമകളുടെ നിർമ്മാണത്തിലൂടെയും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏതിലൂടെയാണ്? വാസ്തുശില്പത്തിലൂടെയും പ്രതിമകളുടെ നിർമ്മാണത്തിലൂടെയും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ചിന്തകൾ, വിശ്വാസങ്ങൾ, അതുപോലെ നിർമ്മാണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്നുവെച്ചാൽ എന്താണ്? തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് പറയുന്ന ആ കാലഘട്ടത്താണ് സാംസ്കാരിക ഡെവലപ്മെന്റ് ഉണ്ടായ കാലഘട്ടമാണ്. അതായത് സാംസ്കാരിക വികാസങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ്. കാലഘട്ടം ഏതാണ്? 600 BC മുതൽ 600 CE വരെയാണ്. എന്താണ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിഫോർ കോമൺ ഇറ. നേരത്തെ നമ്മൾ എങ്ങനെയാ ചേർത്ത് കണക്കാക്കുന്നത്? BC എന്നും AD എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലെ? അതിന്റെ ഒരു പുതിയ ഫോമാണ് ഏത്? BCEയും CE. CE എന്ന് വെച്ചാൽ കോമൺ ഇറ, BC എന്ന് വെച്ചാൽ ബിഫോർ കോമൺ ഇറ. അപ്പോൾ BC 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അതായത് കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. എന്താണ്? കൾച്ചറൽ ഡെവലപ്മെന്റ്, സാംസ്കാരിക മുന്നേറ്റമുണ്ടായ ഒരു കാലഘട്ടമാണ് ഏത്? ഈ BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അങ്ങനെ കൾച്ചറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായെന്നാണ്. കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടായത് എങ്ങനെയാണ്? ദി വർക്ക് ഓഫ് ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ്. ദി വർക്ക് ഓഫ് ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ഏതാണ്? ചിന്തകന്മാരുടെയും തത്വജ്ഞാനികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? ഇവിടെ ഒരു സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായത് അല്ലെ? ഇനി എങ്ങനെയാണ് ഈ ചിന്തകന്മാരും അതുപോലെ തന്നെ തത്വജ്ഞാനികളും ഇതിന് പ്രേരകമായത് എങ്ങനെയാണ്? അവർ വിപ്ലവകരമായ ആശയങ്ങളുമായി സമൂഹത്തിലേക്ക് വരികയും ആ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നത്. സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നത് അല്ലെ? ഇനി നമ്മൾ പറഞ്ഞതാണ് അവരുടെ ആശയങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്? എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത്? ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? their ideas were recorded orally and in written form. their ideas were recorded orally and in written form അല്ലെ? ഓറലായിട്ടും, അതായത് വാമൊഴിയായും വരമൊഴിയായും അവരുടെ ആശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അല്ലെ? മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു മാർഗം എന്താണ്? ഇൻ ദി ഫോം ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ. ഇൻ ദി ഫോം ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ എന്തൊക്കെയാണ്? അതായത് വാസ്തുവിദ്യയിലൂടെയും പ്രതിമ നിർമ്മാണത്തിലൂടെയും ആണ് അവരുടെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ രണ്ട് വിധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് വാമൊഴിയായും വരമൊഴിയായും, രണ്ട്
വാസ്തുശില്പകലയിലൂടെയും അതുപോലെ പ്രതിമാ നിർമ്മാണങ്ങളിലൂടെയുമാണ് നമുക്ക് ആ പ്രതിമാ നിർമ്മാണത്തിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഇവരുടെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, അല്ലെ? ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞല്ലോ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായെന്ന്. ആ ഏത് സാംസ്കാരിക മുന്നേറ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? 2 സാംസ്കാരിക മുന്നേറ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ്? എത്ര സാംസ്കാരിക മുന്നേറ്റമാണ്? 2 സാംസ്കാരിക മുന്നേറ്റമാണ്. 2 സാംസ്കാരിക മുന്നേറ്റമാണ്. ഏതൊക്കെയാണത്? ഒന്ന് എന്ന് പറയുന്നത് ബുദ്ധമതവും ബുദ്ധിസവും, 2 എന്ന് പറയുന്നത് ജൈനമതവും ജൈനിസവുമാണ്. അതായത് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ BC 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു സാംസ്കാരികമായ മുന്നേറ്റം ഉണ്ടായി. ആ സാംസ്കാരികമായ മുന്നേറ്റം ഉണ്ടാകാനുള്ള കാരണക്കാരാണ്? തത്വജ്ഞാനികളും ചിന്തകന്മാരുമാണ്. ആ തത്വജ്ഞാനികളും ചിന്തകന്മാരും എന്താണ് ചെയ്തത്? അവർ പുതിയ ആശയങ്ങളുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരികയും, എങ്ങനെയുള്ള ആശയങ്ങളാണ്? വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയും അല്ലെങ്കിൽ ജനങ്ങൾ മധ്യത്തിലേക്ക് വരികയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പിന്നീട് പറഞ്ഞെന്താണ്? ഇവരുടെ സാംസ്കാരിക മുന്നേറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെ കുറിച്ച്, അവരുടെ ആശയങ്ങളെ കുറിച്ച് നമുക്ക് ഏത് മാർഗങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. 2 മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താണ്? their ideas were recorded orally and written form, അല്ലെ? അവരുടെ ആശയങ്ങൾ രേഖപ്പെടുത്തി എങ്ങനെയാ? വാമൊഴിയായും വരമൊഴിയായും രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ആശയങ്ങളിലൂടെയും പിന്നീട് എന്താണ്? വാസ്തുശില്പകലയിലൂടെയും അതുപോലെ പ്രതിമാ നിർമ്മാണ കലയിലൂടെയുമാണ് നമുക്ക് ഈ കാലഘട്ടത്തിലെ ആശയങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഇനി ആ ആശയങ്ങൾ ഏതാണ്? നമ്മൾ പറഞ്ഞു വിപ്ലവകരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ 2 ആശയങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ബുദ്ധിസവും, അടുത്തത് ഏതാണ്? ജൈനിസവും. എന്താണ്? ഒന്ന് ബുദ്ധമതവും 2 ജൈനമതവും. ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്? ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. 600 BC മുതൽ 600 CE വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ബുദ്ധമതവും ജൈനമതവും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, വാട്ട് ആർ ദ സോഴ്സസ് ടു റീകൺസ്ട്രക്ട് ദി ഐഡിയാസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം? ഈ ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? ബുദ്ധമതത്തെയും ജൈനമതത്തെയും കുറിച്ച് അറിവ് ലഭിക്കുന്ന സോഴ്സസുകൾ ഏതൊക്കെയാണ്? 2 സോഴ്സുകളാണുള്ളത്. ഏതൊക്കെയാണ്? എത്ര സോഴ്സുകളാണുള്ളത്? 2 സോഴ്സുകളാണ്. എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഇനി അത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? മോണിമെന്റ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്. രണ്ടാമത്തേത് ഏതാ?